നമസ്കാരം, വെൽക്കം ടു ഏജ് ആൻഡ് ടോക്സ്. അങ്ങനെ മറ്റൊരു പുണ്യമാസം കൂടി വരവായി, റംദാൻ മാസം. പ്രമേഹ രോഗികൾ ഈ സമയത്ത് പലരും വ്രതമെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നോയമ്പെടുക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ആരോഗ്യത്തിന് പല പ്രശ്നങ്ങളും നേരിടാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ എൻഡോക്രൈൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ച കുറേ കാര്യങ്ങളെ പറ്റിയാണ്. വ്രതമെടുക്കുന്നതിന് മുമ്പും വ്രത സമയത്തും അതിനുശേഷമുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം, ടോക്ക് ടു യുവർ ഡോക്ടർ. നിങ്ങളുടെ ഡോക്ടറുമായി നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ് പല കാര്യങ്ങളും. ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങളുടെ ഷുഗറിൻ്റെ ഇപ്പോഴത്തെ കൺട്രോളും നിങ്ങളുടെ ഷുഗറിന് സങ്കീർണതകളുണ്ടെങ്കിൽ ആ കാര്യങ്ങളുമെല്ലാം ഡോക്ടറുമായി ഡിസ്കസ് ചെയ്ത് ഒരു പ്ലാൻ ആദ്യമേ തന്നെ നിങ്ങൾ ഉണ്ടാക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ നോയമ്പ് എടുക്കാൻ തുടങ്ങുക. രണ്ടാമതായ പോയിന്റ്, സ്ട്രാറ്റിഫൈ യുവർ റിസ്ക് ഫോർ ഫാസ്റ്റിംഗ്. ഇപ്പോൾ നോയമ്പ് കാലത്ത് എല്ലാവർക്കും ചിലപ്പോൾ എടുക്കാൻ പറ്റണമെന്നില്ല. നമ്മുടെ ഡയബറ്റീസിൻ്റെ കൺട്രോൾ അനുസരിച്ചും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള പല ഫാക്ടേഴ്സും അനുസരിച്ച് നമ്മുടെ റിസ്ക് നോക്കേണ്ടതാണ്. അപ്പോൾ സങ്കീർണതകളും കൺട്രോളും അനുസരിച്ച് നിങ്ങളുടെ റിസ്ക് നോക്കുക. ആ റിസ്ക് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ എടുക്കാൻ പറ്റണമെന്നില്ല. റിസ്ക് കുറവാണെങ്കിലോ റിസ്ക് മാനേജബിൾ ആണെങ്കിലോ മാത്രം നിങ്ങൾ നോയമ്പെടുക്കുക. മൂന്നാമതായി പറയുന്ന പോയിന്റ്, മോണിറ്റർ യുവർ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് റെഗുലർലി. ഇത് എസ്പെഷ്യലി നമ്മൾ പറയുന്നത് ഇൻസുലിൻ എടുക്കുന്ന രോഗികൾക്കാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇൻസുലിൻ എടുക്കുന്ന രോഗികളോട് ഡോക്ടർ പലപ്പോഴും ഷുഗർ ചെക്ക് ചെയ്ത് നോക്കാൻ പറയുന്നതാണ്. ഇതിൽ നമ്മൾ പ്രധാനമായും ചെക്ക് ചെയ്ത് നോക്കേണ്ടത് 3 സമയത്താണ്. ഒന്ന്, നോയമ്പ് തുടങ്ങുന്ന സമയത്തിന് മുമ്പുള്ള ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക്, അതേപോലെ നോയമ്പ് മുറിക്കുന്നതിന് ശേഷമുള്ള ഭക്ഷണം എടുക്കുന്നതിന് മുമ്പും. ഈ 3 സമയത്തും നിങ്ങൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നോക്കി അതനുസരിച്ച് ഇൻസുലിൻ്റെ ഡോസോ മരുന്നിൻ്റെ ഡോസോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. നാലാമതായി പറയുന്ന പോയിന്റ്, അഡ്ജസ്റ്റ് യുവർ മെഡിക്കേഷൻ. ഇത് നമ്മുടെ ഡോക്ടറുമായി ഡിസ്കസ് ചെയ്ത് ചിലപ്പോൾ ഡോസ് മാറ്റിയെടുക്കേണ്ടി വരും. ഇൻസുലിൻ്റെ ഡോസ് ആണെങ്കിലും ചിലപ്പോൾ മരുന്നിൻ്റെ ഡോസ് ആണെങ്കിലും മാറ്റിയെടുക്കേണ്ടി വരും. കാരണം കൂടുതലായി ഭക്ഷണം കഴിക്കുന്നത് പലപ്പോഴും രാത്രിയിലാണ് നോയമ്പ് മുറിച്ചതിന് ശേഷം. അതുപോലെ നോയമ്പ് തുടങ്ങുന്നതിന് മുമ്പ് വളരെ കുറച്ച് ഭക്ഷണമേ പലപ്പോഴും കഴിക്കാറുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഡോക്ടറുമായി ഡിസ്കസ് ചെയ്ത് മരുന്നിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇൻസുലിൻ്റെ ഡോസ് ആണെങ്കിലും ടാബ്ലറ്റിൻ്റെ ഡോസ് ആണെങ്കിലും. അതുപോലെ ചില മരുന്നുകൾക്ക് ചിലപ്പോൾ ഡോസേജ് അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരത്തില്ല. എസ്പെഷ്യലി SGLT2 ഇൻഹിബിറ്റേഴ്സ്, DPP4 ഇൻഹിബിറ്റേഴ്സ് എന്നീ ഗ്രൂപ്പിലുള്ള മരുന്നുകൾക്ക്. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ഡോക്ടറെ കണ്ട്, പറ്റുമെങ്കിൽ ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ കണ്ട് തന്നെ മരുന്നിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. അഞ്ചാമതായി പറയുന്ന പോയിന്റ്, സുഹൂർ സ്മൂത്ത്ലി. അതായത് നമ്മൾ രാവിലെ നോയമ്പ് തുടങ്ങുന്നതിന് മുമ്പ് എടുക്കുന്ന ഭക്ഷണം, അത് എടുക്കുമ്പോൾ വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ വളരെ മധുരമുള്ള ഭക്ഷണങ്ങളോ അതേപോലെ തന്നെ ഫാറ്റി ഫുഡോ കൂടുതലോ കഴിക്കാൻ ഈ സമയത്ത് കഴിക്കാൻ പാടില്ല. പറ്റുമെങ്കിൽ ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ്, അതുപോലെ തന്നെ പ്രോട്ടീനും ഫൈബറും അടങ്ങിയ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ നോയമ്പ് തുടങ്ങുന്ന സമയത്ത് തുടരുന്ന സമയത്ത് ഹൈപ്പോഗ്ലൈസീമിയ വരാനുള്ള സാധ്യതയും കുറവാണ്. അപ്പോൾ അതേപോലെ ഷുഗർ സ്റ്റേബിളായി നിൽക്കാനുള്ള സാധ്യതകളും അധികമാണ്. 6th പോയിന്റ്, ബ്രേക്ക് യുവർ ഫാസ്റ്റ് കെയർഫുള്ളി. നമ്മൾ ഈ നോയമ്പ് മുറിക്കുന്ന സമയത്ത് എടുക്കുന്ന ഭക്ഷണം വളരെ പ്രധാനമാണ്. പറ്റുമെങ്കിൽ 1 ഗ്ലാസ് വെള്ളം, അതോടൊപ്പം തന്നെ 2-3 ഡേറ്റ്സോ കഴിച്ച് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിന് പകരം വളരെ മധുരമുള്ള പാനീയങ്ങളോ മധുരമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളോ പറ്റുമെങ്കിൽ ഒഴിവാക്കുക. 7th പോയിന്റ്, സ്റ്റേ ഹൈഡ്രേറ്റഡ്. നമ്മൾ നോയമ്പ് മുറിച്ചതിന് ശേഷം അതുപോലെ തന്നെ നോയമ്പ് തുടങ്ങുന്ന സമയം, അതായത് ഇഫ്താറിനും സുഹൂറിനും ഇടയ്ക്കുള്ള സമയത്ത് മാക്സിമം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറ്റുമെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ കയ്യിൽ കരുതുക. ഇടയ്ക്കിടയ്ക്ക് സിപ്സ് എടുത്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ഹൈഡ്രേഷൻ നമ്മൾ എൻഷുർ ചെയ്യുക. 8th പോയിന്റ്, ബി ആക്റ്റീവ് ബട്ട് ഡോണ്ട് ഓവർ ഡു ഇറ്റ്. അതായത് പല ആളുകളും എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുന്ന ആളുകളാണ്. എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മുടെ ആക്ടിവിറ്റി, അതായത് ഫിസിക്കൽ ആക്ടിവിറ്റി മൈൽഡായിട്ടുള്ള എക്സസൈസസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. നടക്കുന്നതിനോ മൈൽഡായിട്ട് ഓടുന്നതിനോ കുഴപ്പമില്ല. അതുകൂടാതെ സ്ട്രെന്നുവസ് ആയിട്ടുള്ള, അതായത് കായികബലം കൂടുതൽ വേണ്ടതോ വെയിറ്റ് എടുക്കുന്ന എക്സസൈസസോ ഈ സമയത്ത് പരമാവധി ഒഴിവാക്കുക. പോയിന്റ് നമ്പർ 9, റെക്കഗ്നൈസ് ഹൈപ്പോഗ്ലൈസീമിയ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ രാവിലെ നമ്മൾ പരമാവധി സമയം ഭക്ഷണം എടുക്കാതിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഈ സമയത്ത് പറ്റുമെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ, അതായത് ഷുഗർ കുറയുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അമിതമായ ക്ഷീണം വരിക, ശരീരം ഭയങ്കരമായിട്ട് വിയർക്കുക,
അതുപോലെ തന്നെ നെഞ്ചിടിപ്പ് കൂടുക, ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നോക്കേണ്ടതാണ്. ഇത് എസ്പെഷ്യലി ഇൻസുലിൻ എടുക്കുന്ന രോഗികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഹൈപ്പോഗ്ലൈസീമിയ വരികയാണെങ്കിൽ ഉടനെ തന്നെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുക. അതായത് നമ്മൾ 70 താഴെ ഷുഗർ പോവുകയാണെങ്കിൽ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഒരു ജ്യൂസ് കുടിക്കുകയോ ആ സമയത്ത് ഡേറ്റ്സോ കഴിച്ച് നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് വളരെ അത്യാവശ്യമാണ്. കാരണം ഹൈപ്പോഗ്ലൈസീമിയയിൽ പോയാൽ നമ്മുടെ ബ്രെയിനിന് ഡാമേജ് വരാനുള്ള സാധ്യതകൾ അധികമാണ്. അതേപോലെ റെക്കഗ്നൈസ് ഹൈപ്പർഗ്ലൈസീമിയ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ അമിതമായ ക്ഷീണം വരാം, ദാഹം കൂടാം, അങ്ങനെ പല ലക്ഷണങ്ങളും വരാം. അപ്പോൾ ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ, മൂത്രത്തിന് അളവൊക്കെ കൂടുകയാണെങ്കിലോ ഒക്കെ നമ്മൾ ഉടനെ രക്തത്തിലെ ഗ്ലൂക്കോസിന് അളവ് നോക്കി ഇതേപോലെ 200ന്റെ മുകളിലോ 250ന്റെ മുകളിലാണോ എന്ന് നോക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ചെറിയ കുറച്ച് 1-2 യൂണിറ്റ് ഇൻസുലിൻ്റെ ഡോസ് എടുത്ത് രക്തത്തിലെ ഗ്ലൂക്കോസിന് അളവ് നോർമൽ ആക്കേണ്ടതാണ്. അതേപോലെ സീക്ക് മെഡിക്കൽ അറ്റൻഷൻ. ഈ നൊയമ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നെഞ്ചുവേദന വരിക, ശ്വാസമുട്ടൽ വരിക, ബോധക്ഷയം വരിക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന് അളവ് നോക്കണം. അതോടൊപ്പം തന്നെ ഡോക്ടറിനെ കാണുകയോ ഹോസ്പിറ്റലിൽ ചെന്ന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുകയോ ചെയ്യേണ്ടതാണ്. 12. കീപ്പ് എ റെക്കോർഡ്. നമ്മൾ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവും അതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്രമവും എല്ലാം ഒരു റെക്കോർഡ് കീപ്പ് ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇത് നമുക്ക് ഈ നൊയമ്പ് കഴിഞ്ഞതിന് ശേഷമോ നൊയമ്പിനിടയിലോ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നോക്കി ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഇൻസുലിൻ്റെ ഡോസ്, മരുന്നിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നല്ലൊരു നൊയമ്പ് കാലവും അതേപോലെ നൊയമ്പും ഫാസ്റ്റിങ്ങും നല്ലപോലെ നോക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. ഇതേപോലെ പ്രമേഹത്തെ പറ്റിയോ അതേപോലെ തന്നെ റംദാൻ ഫാസ്റ്റിങ്ങിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ദിസ് ഇസ് ഡോക്ടർ രാജേഷ് സൈനിങ് ഓഫ് ഫ്രം AJ Endo Talks. Thank you.